+1 കമ്പ്യൂട്ടർ സയൻസ് 11ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ജനറേഷൻസ് പറഞ്ഞു നിർത്തി. എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ആദ്യത്തെ രൂപം തൊട്ട് കമ്പ്യൂട്ടർ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന കമ്പ്യൂട്ടർ എത്തിയത് വരെയുള്ള ഹിസ്റ്ററി ഇങ്ങനെ പറഞ്ഞു നിർത്തി. അതിൽ 1940കളിലാണ് ആദ്യത്തെ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു. ഏതായിരുന്നു? ENIAC. ഈ സമയത്തൊക്കെ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിരുന്നത് ഡാറ്റ പ്രോസസ്സ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, ഇൻഫർമേഷൻ പ്രിന്റ് ചെയ്യുക. അങ്ങനെ ഒരു സീക്വൻസിലാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്തിരുന്നത്. പ്രോസസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേഷൻസ് ഒക്കെ അതിൽ പെടും. ഇൻഫർമേഷൻ പ്രിന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടർ എന്ത് പർപ്പസിനാണോ ഉണ്ടാക്കിയത് അത് നിറവേറ്റി കഴിയുമ്പോഴാണ് അതുകൊണ്ടുള്ള ഇൻഫർമേഷൻ കിട്ടുക. ഇന്നത്തെ പോലെ കീബോർഡ് മൗസ് ഒക്കെ വെച്ചിട്ട് വേണ്ട ഇൻപുട്ട് കൊടുക്കുന്നു, എന്നിട്ട് പ്രോസസ് ചെയ്യുന്നു, ആ ഇൻപുട്ടുകൾ പ്രോസസ് ചെയ്ത് നമ്മൾ അപ്പോൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടുന്നു. എന്താ അങ്ങനെ പറയണേ? അതായത് ഒരു പർട്ടിക്കുലർ ടാസ്ക് മാത്രമല്ല ഇന്നത്തെ കമ്പ്യൂട്ടറുകൾ ചെയ്യണേ. ഇന്ന് കമ്പ്യൂട്ടർ ചില സമയത്ത് ഗെയിം കളിക്കാൻ എടുക്കും, ചില സമയത്ത് വീഡിയോ കാണാനെടുക്കും, പാട്ട് കേൾക്കാനെടുക്കും, ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്യാനെടുക്കും. അങ്ങനെ മൾട്ടി പർപ്പസ് എന്നുള്ള കൺസെപ്റ്റ് അല്ല പണ്ടത്തെ കമ്പ്യൂട്ടർ. പണ്ടത്തെ കമ്പ്യൂട്ടർ ഒരു സിംഗിൾ പർപ്പസ് ആണ്. പിന്നെ ജോൺ വോൺ ന്യൂമാന്റെ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് വന്നപ്പോൾ തൊട്ടാണ് ഇൻപുട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുക, ഡാറ്റ സ്റ്റോർ ചെയ്ത് വയ്ക്കുക, ഔട്ട്പുട്ട് പ്രോസസ്സിങ്ങിന് ശേഷം അങ്ങനെയുള്ള കൺസെപ്റ്റ് വന്നത് ജോൺ വോൺ ന്യൂമാന്റെ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് കമ്പ്യൂട്ടറിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തപ്പോഴാണ്. ആ സ്റ്റൈല് കമ്പ്യൂട്ടറുകൾ വന്നപ്പോഴാണ്. അതിനു മുമ്പ് സിംഗിൾ പർപ്പസ് ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, സിംഗിൾ പർപ്പസ് എന്ന് വെച്ചാൽ ഒരൊറ്റ പർപ്പസിനെ നടക്കുകയുള്ളൂ. അപ്പോൾ മെഷീൻ ഉണ്ടാക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ ആ കമ്പ്യൂട്ടറുകൾക്ക് ബ്രാഞ്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത് ഇവിടെ വന്നു. ഇവിടെ വെച്ചിട്ട് ഇത് ഇടത്തോട്ട് തിരിയണോ വലത്തോട്ട് തിരിയണോ? എക്സാമ്പിൾ, നിങ്ങൾ ഗെയിം കളിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ലെഫ്റ്റ് ആരോ റൈറ്റ് ആരോ, ലെഫ്റ്റിലേക്ക് ഞെക്കിയാൽ ലെഫ്റ്റിലേക്ക്, റൈറ്റിലേക്ക് ഞെക്കിയാൽ റൈറ്റിലേക്ക്. അങ്ങനെ പ്രോസസ്സിങ്ങിന്റെ ഇടയിൽ ഇടത്തോട്ട് തിരിയുക, വലത്തോട്ട് തിരിയുക, കണ്ടീഷൻസ് അനുസരിച്ച് അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട നിർദ്ദേശങ്ങൾ വ്യത്യാസം. അങ്ങനെ പറ്റില്ലായിരുന്നു. ഒരു തലയ്ക്ക് അങ്ങോട്ട് പ്രോസസ്സിങ് തുടങ്ങിയ താഴേക്ക് അങ്ങോട്ട് ചെയ്യലും മാത്രമേ ആദ്യകാലത്തെ കമ്പ്യൂട്ടറുകൾക്ക് പറ്റിയിരുന്നുള്ളൂ. ജോൺ വോൺ ന്യൂമാന്റെ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ഒക്കെ വന്ന് കമ്പ്യൂട്ടറിങ് അല്പം കൂടി അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞപ്പോഴാണ് ഈ സബ്റൂട്ടീൻ കോളിംഗ് എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ഇപ്പൊ സൈൻ തീറ്റ കാണാൻ വേണ്ടി റെഡിമെയ്ഡ് പ്രോഗ്രാം. അപ്പൊ സൈൻ 90 എന്ന് കൊടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് സൈൻ 90യുടെ വാല്യൂ കിട്ടും. സൈൻ 0 എന്ന് കൊടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് സൈൻ 0ന്റെ വാല്യൂ കിട്ടും. അങ്ങനെ റെഡിമെയ്ഡ് ഫങ്ഷൻസ് അതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് ആവശ്യത്തിനനുസരിച്ച് അത് വിളിക്കുക. കമ്പ്യൂട്ടറിന് സൈൻ കാണേണ്ടി വരുമ്പോൾ സൈൻ തീറ്റയുടെ ആ ഫംഗ്ഷൻ വിളിക്കുക. അങ്ങനെയുള്ള പരിപാടിയാണ് സബ്റൂട്ടീൻ കോളിംഗ് എന്ന് പറയാം. സബ്റൂട്ടീൻ കോളിംഗോ ഇൻസ്ട്രക്ഷൻസ് ബ്രാഞ്ച് ചെയ്യലോ ലൂപ്പ് ചെയ്യലോ ഒന്നും പഴയ കാലത്തെ കമ്പ്യൂട്ടറുകളിൽ പോസിബിൾ ആയിരുന്നില്ല. ഈ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകളൊക്കെ നിങ്ങൾക്കറിയാലോ, എവല്യൂഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അറിയാം. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ അതിൽ കുറെ സ്വിച്ചുകളൊക്കെയാണ്. സ്വിച്ച് ഓൺ ആക്കുക, ഓഫ് ആക്കുക, ലിവർ ഓൺ ആക്കുക, ഓഫ് ആക്കുക, അല്ലെങ്കിൽ കുറെ വയറുകൾ, നമ്മുടെ ഫ്യൂസ് പോലത്തെ സ്ഥലം, ജമ്പർ വയർ എന്ന് പറയും. അതായത് 2-3 ജമ്പറുകൾ നിൽക്കുക, അതായത് 2-3 കണക്ഷൻ പോയിന്റ്സ് നിൽക്കും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഈ 2 കണക്ഷൻ പോയിന്റ് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക, അല്ലെങ്കിൽ അടുത്ത തവണ ഈ 2 കണക്ഷൻ പോയിന്റ് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അങ്ങനെ ഒരു സെറ്റ് ഓഫ് വയർ മാറ്റി ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിന്റെ രീതി തന്നെ മാറിപ്പോകുന്ന സെറ്റപ്പ്. അങ്ങനെയൊക്കെയായിരുന്നു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ നമ്മൾ പ്രോഗ്രാംസ്, ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരുന്നത്. ഇന്നത്തെ പോലെ പ്രോഗ്രാംസ് ഇല്ല എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജോൺ വോൺ ന്യൂമാന്റെ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് വന്നത്. അപ്പൊ തൊട്ട് പ്രോഗ്രാമും കുറെ ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യുക, ആവശ്യത്തിനെടുത്ത് പ്രോസസ് ചെയ്യുക എന്ന രീതിയായി. അപ്പൊ എന്താ ഈ പ്രോഗ്രാം? ഒരു സെറ്റ് ഓഫ് ഡാറ്റയെ പ്രോസസ് ചെയ്ത് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് പ്രോഗ്രാം എന്ന് വിളിക്കുക. അപ്പൊ ഒരു സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, അതാണ് പ്രോഗ്രാം.
ആ പ്രോഗ്രാമും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റണം, ആ പ്രോഗ്രാമിന് വേണ്ട ഡേറ്റയും സ്റ്റോർ ചെയ്യാൻ പറ്റണം. അങ്ങനെ ഇത് രണ്ട് സ്റ്റോർ ചെയ്താൽ ആവശ്യത്തിനനുസരിച്ച് പ്രോസസ്സ് ചെയ്യുന്നു, ഇൻഫർമേഷൻ ഔട്ട്പുട്ടായി കിട്ടുന്നു. ആ പരിപാടിയാണ് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് വന്നപ്പോൾ തൊട്ട് പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്യാൻ പറ്റി. അതിനനുസരിച്ച് നമ്മുടെ പ്രോഗ്രാമിൽ ചേഞ്ച് വരുത്തി സ്റ്റോർ ചെയ്യുക, ആവശ്യത്തിനനുസരിച്ച് പുതിയ തരം പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്യുക, അതങ്ങോട്ട് വർക്ക് ചെയ്യിക്കുക, ഔട്ട്പുട്ട് കിട്ടുക. അപ്പൊ കമ്പ്യൂട്ടർ പല പർപ്പസിന് ഉപയോഗിക്കാവുന്ന രീതിയിലായി. മുമ്പത്തെ പോലെ ഒരു സിംഗിൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് വിട്ടു. കാരണം എന്താ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പുതിയ പുതിയ പ്രോഗ്രാംസ് എഴുതാം, അത് സ്റ്റോർ ചെയ്യാം, അത് വർക്ക് ചെയ്യിച്ചാൽ ഔട്ട്പുട്ടും കിട്ടും. ഈ ടെക്നിക്കാണ് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ്. മനസ്സിലായോ? അഗസ്റ്റ അഡ കിങ്, കോണ്ടസ് ഓഫ് ലവ്ലേസ്, കോമൺലി നോൺ ആസ് അഗസ്റ്റ അഡ ലവ്ലേസ്. ബ്രിട്ടനിലെ ഫേമസ് ആയിട്ടുള്ളൊരു മാത്തമാറ്റീഷ്യനാണ്, റൈറ്ററാണ്. ഈ പേരെവിടെ കേട്ടേക്കണേ? ഈ പേര് മാത്രമല്ല, ആളുടെ വർക്കും നമ്മൾ വിശദമായി കേട്ടതാ. എവിടെയാ? ചാൾസ് ബാബേജിന്റെ ആദ്യകാലത്തെ മെഷീനെ കുറിച്ച്, അനലിറ്റിക്കൽ എഞ്ചിൻ. ആ സമയത്ത് ചാൾസ് ബാബേജിന്റെ മെഷീനിന്റെ വർക്കിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ച ആള് അഗസ്റ്റ അഡ ലവ്ലേസ് ആണ്. അങ്ങനെ അഗസ്റ്റ അഡ ലവ്ലേസിന്റെ റൈറ്റിങ്ങുകളിൽ ഈ മെഷീൻ, ഏത് മെഷീൻ? നമ്മുടെ ചാൾസ് ബാബേജ് തിയറിറ്റിക്കലി പ്രപ്പോസ് ചെയ്ത മെഷീൻ, അത് എങ്ങനെ, എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ എന്തൊക്കെ ഔട്ട്പുട്ട് കിട്ടും, അതിൽ എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടത്, ഈ വക ടെക്നിക്കൊക്കെ നോട്ട് ചെയ്ത് വെച്ച ആദ്യത്തെ ആള് അഗസ്റ്റ അഡ ലവ്ലേസ് ആണ്. അതുകൊണ്ട് അഗസ്റ്റ അഡ ലവ്ലേസിനെ നമ്മൾ എന്തായി പരിഗണിക്കാറുണ്ട്? ഫസ്റ്റ് പ്രോഗ്രാമർ. മറക്കരുത്, വിശദമായി നമ്മൾ മുമ്പ് കണ്ടതാണ്, ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. എന്ത്? അഗസ്റ്റ അഡ ലവ്ലേസ് ഈസ് നോൺ ആസ് ഫസ്റ്റ് പ്രോഗ്രാമർ. കേട്ടല്ലോ? ഇനി നമ്മൾ പഠിക്കാൻ പോണത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ കുറിച്ചാണ്. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ എന്താ? അത് ഒരു എന്താ പറയാ, പുതിയൊരു സെറ്റ് ഓഫ് ലാംഗ്വേജ് ആണ്, പുതിയൊരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതൊരു കൃത്രിമമായ ലാംഗ്വേജ് ആണ്, നമ്മൾ സ്വന്തമായി ഡിസൈൻ ചെയ്തത്. എന്തിനു വേണ്ടിയിട്ട്? ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അങ്ങനെ കമ്പ്യൂട്ടറിനെ കൊണ്ട് ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യിക്കുക. അതിനുവേണ്ടി നമ്മൾ ഉണ്ടാക്കിയ, സ്വന്തമായി ഡെവലപ്പ് ചെയ്തെടുത്ത ലാംഗ്വേജ് ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അങ്ങനെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്താൽ നമുക്ക് കമ്പ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യാം. മാത്രമല്ല, കമ്പ്യൂട്ടറിനെ കൊണ്ട് പല രീതിയിലുള്ള ടാസ്കുകൾ കംപ്ലീറ്റ് ആക്കിക്കുകയും ചെയ്യാം. ആദ്യകാലത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ, ഫസ്റ്റ് കമ്പ്യൂട്ടർ ലാംഗ്വേജുകൾ, ഏത്? നമ്മുടെ ആദ്യകാലത്തെ കമ്പ്യൂട്ടറുകൾക്ക് കൊടുത്തിരുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജസ്, അതിന് നമ്മൾ മെഷീൻ ലാംഗ്വേജ് എന്നാണ് പറയാം. ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് എന്നാണ് അറിയപ്പെടുക. എന്താ കാരണം? അതിന് പ്രത്യേകിച്ച് ഭാഷയൊന്നും ഉണ്ടായിരുന്നില്ല. മെഷീനിൽ നമ്മൾ കൊടുക്കുന്ന സെറ്റിംഗ് അനുസരിച്ചിട്ടാണ് മെഷീൻ റെസ്പോണ്ട് ചെയ്യുക. അല്ലാണ്ട് നിർദ്ദേശങ്ങൾ നമുക്ക് പ്രോഗ്രാം രൂപത്തിൽ നേരിട്ട് കൊടുക്കുന്ന ഒരു സെറ്റപ്പ് ആയിട്ടില്ല. സീറോസ് ആൻഡ് വൺസ് ആണ് അന്ന് യൂസ് ചെയ്തിരുന്ന ലാംഗ്വേജ്. എക്സാമ്പിൾ, നമ്മുടെ പഞ്ചഡ് കാർഡ്, ആദ്യ കാലത്ത് പഠിച്ച പഞ്ചഡ് കാർഡൊക്കെ ഒരു തരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഹോൾ ഉണ്ട്, ഹോൾ ഇല്ല എന്നുള്ളത് 0 അല്ലെങ്കിൽ 1 എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യും. എന്നിട്ട് മെഷീനിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആ രീതിയിൽ സെറ്റ് ചെയ്യും. അങ്ങനെ ഫസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ മെഷീൻ ലാംഗ്വേജ് ആണ്. അത് സീറോസ് ആൻഡ് വൺസിന്റെ ലാംഗ്വേജ് ആണ്. ഈ ലാംഗ്വേജിന് ചെറിയൊരു കുഴപ്പമുണ്ട്. കാരണം മെഷീൻ ലാംഗ്വേജ് ആണ്, നേരിട്ട് സീറോസ് ആൻഡ് വൺസ് ആണ്, മെഷീനിലേക്ക് നേരിട്ട് കൊടുക്കലാണ്. അങ്ങനെ വരുമ്പോൾ അതിൽ ഒരു 0 അല്ലെങ്കിൽ ഒരു 1 മാറിപ്പോയി. അതായത് നമ്മൾ പഞ്ചഡ് കാർഡിലിട്ട ഹോളിന്റെ പൊസിഷൻ ഒന്ന് മാറിപ്പോയി. ഇത് കണ്ടുപിടിക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ കണ്ടിട്ടില്ലല്ലേ, പഞ്ചഡ് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീരീസ് ആണ്, ഒരു ചെയിൻ ഓഫ് കാർഡ്സ് ആണ്. അതിൽ ഏതെങ്കിലും ഒരു 0 അല്ലെങ്കിൽ 1 മാറിപ്പോയാൽ പാറ്റേൺ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വീവ് ചെയ്ത് വരുമ്പോൾ ശരിയാവില്ല. എന്ന് വെച്ചാൽ സീറോസ് ആൻഡ് വൺസിന്റെ പൊസിഷൻ മാറിപ്പോയാൽ പണിയാണ്. ഭയങ്കര കോംപ്ലക്സ് ആണ് മെഷീനിലേക്ക് സീറോസ് ആൻഡ് വൺസിന്റെ ലാംഗ്വേജിൽ ഇൻപുട്ട് കൊടുക്കല്. മാത്രമല്ല, കൊടുത്ത ഇൻപുട്ടിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കലും ഭയങ്കര ബുദ്ധിമുട്ടാണ് മെഷീൻ ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ. കാരണം അത് സീറോസ് ആൻഡ് വൺസ് ആണ്. ഒരു 0 അല്ലെങ്കിൽ 1 എവിടെയാണ് തെറ്റിപ്പോയത് എന്ന് ഇൻസ്ട്രക്ഷൻസിൽ നിന്ന് മനസ്സിലാക്കൽ എളുപ്പമല്ല. ഇതിലൊരു 0 1 മാറിപ്പോയാൽ
ഈ കമ്പ്യൂട്ടർ എങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളതും കൂടി അറിഞ്ഞാൽ ഒരാൾക്ക് അത് തിരുത്താൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ ചാൾസ് ബാബേജിന്റെ മെഷീൻ ആണെങ്കിൽ അതിലെ സീറോസ് ആൻഡ് വൺസ് മാറിപ്പോയാൽ തിരുത്താൻ അറിയണമെങ്കിൽ ഒന്നുകിൽ ചാൾസ് ബാബേജിന് അറിയാം, അല്ലെങ്കിൽ ആർക്കറിയാം, അഗസ്റ്റാഡ ലവ്ലേസിന് അറിയാം. അങ്ങനെയായിരുന്നു സെറ്റപ്പ്. അപ്പൊ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈസി അല്ല. ഈ സീറോസ് ആൻഡ് വൺസിന്റെ ലാംഗ്വേജ് അത് ഓരോ മെഷീനും ഓരോ തരത്തിലായിരിക്കും. കാരണം ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടാണ് ഓരോ മെഷീൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പൊ ആ ഓരോ മെഷീനും അതിൻ്റെതായ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് ആ മെഷീൻ ഉണ്ടാക്കിയവർക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ മെഷീനുമായിട്ട് ഭയങ്കരമായി ബന്ധമുള്ള തരം ലാംഗ്വേജ് ആണ് സീറോസ് ആൻഡ് വൺസിന്റെ, അതായത് മെഷീൻ ലാംഗ്വേജിന്റെ. ഒരു മെഷീനിൽ ഉപയോഗിക്കുന്ന അതേ ടെക്നിക്ക് ആവില്ല വേറെ മെഷീനിൽ. എന്ന് വെച്ചാൽ സീറോസ് ആൻഡ് വൺസിന്റെ ലാംഗ്വേജ് മെഷീൻ ഡിപ്പെൻഡന്റ് ആണെന്ന് പറയും. മെഷീനായിട്ട് ഭയങ്കര ബന്ധമുള്ള തരാണ്. അങ്ങനെ വന്നപ്പോൾ പുതിയ പുതിയ കമ്പ്യൂട്ടറുകൾ ഡെവലപ്പ് ചെയ്യേണ്ടി വന്നപ്പോൾ ഈ മെഷീൻ ലാംഗ്വേജ് ബുദ്ധിമുട്ടാണെന്ന് പ്രയോഗത്തിൽ നിന്ന് തന്നെ മനസ്സിലായി, അപ്ലിക്കേഷനിൽ നിന്ന് തന്നെ മനസ്സിലായിരുന്നു. അങ്ങനെ വന്നപ്പോൾ പുതിയൊരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തു. അതിൽ ഇംഗ്ലീഷിലെ വാക്കുകൾ, ഇംഗ്ലീഷ് ലൈക്ക് വേർഡ്സ്, ലോഡ്, ആഡ്, സം, ഡിവ്, ലൂപ്പ്, ബ്രാഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ചില ചെറിയ ഇംഗ്ലീഷ് വാക്കുകൾ, ആ ഇംഗ്ലീഷ് വാക്കുകൾ മാത്രം ഒരു ലിമിറ്റഡ് സെറ്റ് ഓഫ് വേർഡ്സ് ആട്ടോ. ആ സെറ്റ് വെച്ചിട്ട് ആ മെഷീനിലേക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാന്നുള്ള രീതിയിൽ. അപ്പൊ നേരിട്ട് സീറോസ് ആൻഡ് വൺസിന്റെ ലാംഗ്വേജ് വിട്ടു. പിന്നെ ഈ ഇംഗ്ലീഷ് വേർഡ്സിന്റെ സെറ്റ്, പ്രീ സെറ്റ് എന്ന് പറയാം, ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ച സെറ്റ്, ആ സെറ്റ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് മെഷീനായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായാൽ ഒന്നുകൂടി സിമ്പിൾ ആവും എന്ന് മനസ്സിലായി. അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്ത ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ്. ഈ അസംബ്ലി ലാംഗ്വേജിൽ അപ്പോൾ ഇംഗ്ലീഷ് ലൈക്ക് വേർഡ്സ് ആണ്. EDSAC, നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ പെട്ട EDSAC, ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ആ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിരുന്നത് ഈ പറഞ്ഞ ലാംഗ്വേജ് ആണ്. ഏത്? അസംബ്ലി ലാംഗ്വേജ് ആണ്. ഇതും മെഷീൻ ഡിപ്പെൻഡന്റ് ആണ്. ഇപ്പൊ EDSAC കമ്പ്യൂട്ടറിന് വേണ്ടി അവര് സീറോസ് ആൻഡ് വൺസിന് പകരം ഉണ്ടാക്കിയ മെഷീൻ അസംബ്ലി ലാംഗ്വേജ് അത് ബാക്കി മെഷീനുകളിലേക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന്, വേറെ കമ്പ്യൂട്ടറുകളിൽ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന്. മെഷീൻ ഡിപ്പെൻഡന്റ് ആണ്. പ്രോഗ്രാം എഴുതാൻ പറ്റുമെങ്കിലും അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഒരു മെഷീനിൽ നിന്ന് വേറൊരു മെഷീനിലേക്ക് കോപ്പി ചെയ്ത് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. കാരണം അതാ ഏത് പർട്ടിക്കുലർ ബ്രാൻഡ് ഓഫ് മോഡൽ ഓഫ് മെഷീനിന് വേണ്ടിയിട്ടാണ് എഴുതിയത് അതിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വേറൊരു കമ്പനിയുടെ മോഡലിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം മെഷീൻ ഡിപ്പെൻഡന്റ് തന്നെയാണ് ഇപ്പോഴും. അല്ലാതെ നമുക്ക് മെഷീൻ മാറിയെന്ന് വെച്ച് ഈ പ്രോഗ്രാം മാറാത്ത അവസ്ഥയില്ല. മെഷീൻ മാറിയാൽ പ്രോഗ്രാമും മാറും. അല്ലാതെ നമുക്ക് സെയിം പ്രോഗ്രാം വേറെ മെഷീനുകളിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എഴുതുന്ന പ്രോഗ്രാം മെഷീൻ ലാംഗ്വേജിനേക്കാളും സിമ്പിളാണ്. അപ്പൊ കാലം പുരോഗമിക്കുന്നതിനനുസരിച്ച് പുതിയ പുതിയ ആവശ്യങ്ങൾ വരുമല്ലോ. ആദ്യം നമുക്ക് ഒരു കമ്പ്യൂട്ടർ തന്നെ ഉണ്ടാക്കിയാൽ മതിയെന്നായിരുന്നു, എങ്ങനെയെങ്കിലും ഒരു കമ്പ്യൂട്ടർ. പിന്നെന്താ, ആ കമ്പ്യൂട്ടറിൽ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അല്പം കൂടി സിമ്പിൾ ആയിട്ടുള്ള തരം വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മെഷീൻ ലാംഗ്വേജ് വിട്ടു, പതുക്കനെ അസംബ്ലി ലാംഗ്വേജിലേക്ക് കടന്നു. പിന്നെന്തായി, അസംബ്ലി ലാംഗ്വേജിന് ലിമിറ്റേഷൻസ് ആയി തോന്നി തുടങ്ങി. എന്ത് ലിമിറ്റേഷൻ? ഇതൊരു കമ്പ്യൂട്ടറിന് എഴുതി ഉണ്ടാക്കിയാൽ പിന്നെ വേറെ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല എന്നുള്ള പ്രശ്നമൊക്കെ വന്നു തുടങ്ങി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു തുടങ്ങി, എല്ലാ കമ്പ്യൂട്ടറുകൾക്കും ജനറൽ ആയിട്ട് ഒരു ലാംഗ്വേജ്, ഏത് കമ്പനിയുടെ കമ്പ്യൂട്ടർ ആണെങ്കിലും ശരി, ഒരു കമ്പ്യൂട്ടറിന് കൊടുത്താൽ അതേ ഇൻസ്ട്രക്ഷൻസ് തന്നെ വേറെ കമ്പ്യൂട്ടറിന് കൊടുത്താൽ അതും വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു ജനറൽ ലാംഗ്വേജ് വേണം എന്നുള്ള രീതിയിലേക്ക് ആവശ്യം വന്നു തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ്. നമ്മൾ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി പറയുന്ന പോലെ കമ്പ്യൂട്ടറിനോട് ഉള്ള ഇൻസ്ട്രക്ഷൻസ് ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജിൽ പറയാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് നാച്ചുറലി ഡെവലപ്പ് ചെയ്തു വന്നു. അങ്ങനെ വന്നപ്പോൾ അതിനെ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് വിളിച്ചു. പറയുമ്പോൾ ഹൈ ലെവൽ എന്നാണെങ്കിലും ഹൈ ലെവൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കണം എന്താണെന്നറിയോ, നമുക്ക് നാച്ചുറൽ ലാംഗ്വേജിൽ എങ്ങനെയാണോ അതേപോലെ മെഷീനോട് പറയാൻ പറ്റുക എന്നുള്ളതാണ് ഹൈ ലെവൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഹൈ ലെവൽ എന്ന് പറയുമ്പോൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി എന്നല്ല. ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യന്മാർക്ക് മെഷീനായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വളരെ സിമ്പിൾ. എന്ന് വെച്ചാൽ മെഷീൻ ആ ലെവലിലേക്ക് വളരണം. ഏത് ലെവലിലേക്ക്? ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ് കേട്ടാൽ മനസ്സിലാവുന്ന ലെവലിലേക്ക് വളരണം. അങ്ങനെ ഉള്ള ലാംഗ്വേജസ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് ആണോ
ഇത് മെഷീൻ ഡിപ്പെൻഡന്റ് അല്ല, മെഷീനിനെ ബാധിക്കില്ല. വേറെ മെഷീനിലേക്ക് പോയാലും സെയിം സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ അത് വർക്ക് ചെയ്യും. കമ്പ്യൂട്ടറിനെ കുറിച്ച് വലിയ ബുദ്ധിയും ബോധമുള്ള ആൾക്കാർക്ക് മാത്രമല്ല, ചെറിയ ഐഡിയ ഉള്ളവർക്ക് പോലും കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റും ഹൈ ലെവൽ ലാംഗ്വേജ് ആയി കഴിയുമ്പോൾ. 1952 റിയർ അഡ്മിറൽ ഗ്രേസ് ഹോപ്പർ ആളാണ് ഫസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തതിന്റെ ടൈറ്റിൽ ക്രെഡിറ്റ് കൊടുത്തിട്ടുള്ളതാണ്. A0 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നായിരുന്നു റിയർ അഡ്മിറൽ ഗ്രേസ് ഹോപ്പർ ഡെവലപ്പ് ചെയ്തെടുത്ത ലാംഗ്വേജിന്റെ പേര്. ഇത് നമ്മുടെ യൂണിവാക്ക് കമ്പ്യൂട്ടറിനെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്ത ലാംഗ്വേജ് ആണ്. അപ്പോൾ ഈ റിയർ അഡ്മിറൽ കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, മിലിറ്ററിയാണ്. യൂണിവാക്കൊക്കെ യൂസ് ചെയ്തത് മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരുടെ യൂണിവാക്ക് പോലത്തെ മെഷീനുകളിലേക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടി വന്നപ്പോൾ ജനറൽ പർപ്പസ് ലാംഗ്വേജ് തന്നെ ഉണ്ടാക്കി. കാരണം എന്താ, ഒരു ടീം ഓഫ് ഡെവലപ്പേഴ്സ് പിന്നെ മെഷീനെ കൺട്രോൾ ചെയ്യാൻ വേണം. അവർക്ക് ഈ മെഷീൻ്റെ ഇൻസൈഡ് ഔട്ട് അറിയണമെന്നൊന്നുമില്ല. ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ അറിഞ്ഞാൽ മതി. അങ്ങനെയുള്ള ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ മെഷീൻ ഉണ്ടാക്കിയവർക്ക് മാത്രമല്ല, അതിനെക്കുറിച്ചുള്ള ആർക്കിടെക്ചർ, മെഷീൻ്റെ ഇന്റേണൽ കണക്ഷൻസ് എങ്ങനെ, അതൊന്നും അറിയാത്തവർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലായ കാരണമാണ് ഇതിനെ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ ഫോർട്രാൻ, IBM കമ്പ്യൂട്ടേഴ്സിന് വേണ്ടി ജോൺ ബാക്കസ് ഡിസൈൻ ചെയ്ത വേറൊരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് ഫോർട്രാൻ. IBMന്റെ 704 മോഡൽ മെഷീൻസിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തതാണ് ഫോർട്രാൻ. പിന്നെ വന്ന വേറൊരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് ലിസ്പ്. ഡെവലപ്പ് ചെയ്തത് ടിം ഹാർട്ട് ആൻഡ് മൈക്ക് ലെവിൻ. ഇവർ രണ്ടാളും കൂടിയിട്ടാണ് ഡെവലപ്പ് ചെയ്തത്. എവിടെ? മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വെച്ചിട്ടാണ് ഇവർ ഈ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇതൊക്കെ നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ കണ്ടുള്ളൂ. എത്ര? നമ്മുടെ എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ്, കമ്പ്യൂട്ടിങ്ങിന്റെ തുടക്കം, എങ്ങനെയാണ് കമ്പ്യൂട്ടിംഗ് എന്നുള്ള ബ്രാഞ്ച് തുടങ്ങിയത്, എങ്ങനെയാണ് ലൂപ്പിംഗ്, ബ്രാഞ്ചിങ് ഇതൊക്കെ തുടങ്ങിയത്, അതിനു വേണ്ടിയിട്ട് ഇൻസ്ട്രക്ഷൻസ് എങ്ങനെ കൊടുക്കും, അതും പലതരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്. ഇന്നൊക്കെ ഇത്ര മതി. ബാക്കി അടുത്ത ദിവസം. ഞാൻ ഈ ഒരൊറ്റ വീഡിയോയിൽ ഇത് മുഴുവൻ തീർക്കാമെന്ന് വിചാരിച്ചതാണ്, പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഒരു വീഡിയോ കൂടി കഴിയുമ്പോഴേ നമ്മുടെ ഈ ചാപ്റ്റർ കഴിയുള്ളൂ. അത് വേഗം തന്നെ ആവാം. തൽക്കാലം ബൈ.